നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ പ്രശാന്ത്. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. കാട്ടാക്കാമ്പൽ ചിറയൻകാട് BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർക്ക് പരിക്കേറ്റു. വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എടത്തിരുത്തിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 4 പ്രതികൾ റിമാൻഡിൽ. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ കൃഷ്ണനാട്ടം കലാകാരൻ മരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആവശ്യത്തിന് ആനകൾ ലഭിക്കാത്തത് പ്രതിസന്ധി. വാർത്തകൾ വിശദമായി അറിയാം. കാട്ടാക്കാമ്പൽ ചിറയൻകാട് BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകനായ ചിറയൻകാട് സ്വദേശി അഭിജിത്ത്, BJP പ്രവർത്തകരായ കാശിനാഥൻ, ബിന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി ചെറിയൻകാട് സെന്ററിൽ ആയിരുന്നു സംഭവം. അമ്പലപ്പറമ്പിലെ വീരനാട്യം പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിച്ചു. തലയ്ക്ക് പരിക്കേറ്റ അഭിജിത്തിനെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും BJP പ്രവർത്തകരായ കാശിനാഥിനെയും ബിന്ദുവിനെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗവും കുന്നംകുളം പോലീസിൽ പരാതി നൽകി. വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എളവള്ളി സ്വദേശിയായ മുസ്ലിം വീട്ടിൽ MM അബൂബക്കറിന്റെ മകൻ 29 വയസ്സുള്ള മൊയ്നുദ്ദീൻ ജിസ്തിയാണ് മരിച്ചത്. വാടാനപ്പള്ളി KTI പ്ലാന്റിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ 3:30യോടെയാണ് അപകടം. വാടാനപ്പള്ളിയിൽ നിന്ന് ചാവക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും ഇളവള്ളിയിൽ നിന്ന് 5-ാം കല്ല് വഴി വാടാനപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാവ് സഞ്ചരിച്ച ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികൻ ടോറസ് ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. യുവാവിനെ ഉടൻ തന്നെ നാട്ടുകാരും കണ്ടശാങ്കടവ് ഡീകോഡ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് ഏങ്ങണ്ടിയൂരിലെ MI മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൊയ്നുദ്ദീൻ ജിസ്തിയുടെ മൃതദേഹം ഏങ്ങണ്ടിയൂരിലെ MI മിഷൻ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. എടത്തുരുത്തിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 4 പ്രതികൾ റിമാൻഡിൽ. എടത്തുരുത്തി പഞ്ചായത്തിലെ വാട്ടർ അതോറിറ്റി മെയിന്റനൻസ് ജോലികൾക്കായി എത്തിച്ച 1.5 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന കാസ്റ്റ് അയൺ സ്പെഷ്യൽസ് മോഷ്ടിച്ച കേസിൽ ചെന്ത്രാപ്പള്ളി സ്വദേശികളായ ഈരാറ്റുവെട്ടിൽ ഗോകുൽ, ഭഗവതിപ്പറമ്പിൽ വീട്ടിൽ സന്ദീപ് എന്നിവരെയും മോഷണ മുതലുകൾ വാങ്ങിയ 2 ആക്രിക്കട ഉടമകളായ വലപ്പാട് കഴിമ്പുറം സ്വദേശി പുതുവീട്ടിൽ അനിൽ, തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശി കാളിമുത്തു എന്നിവരെയുമാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, SI ഫാദിൽ റഹ്മാൻ, GASIമാരായ ജോബി, രമേശ്, GSCPOമാരായ സുനിൽകുമാർ, ജോസഫ്, സിനോജ്, റഹീം, CPO ശരത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ കൃഷ്ണനാട്ടം കലാകാരൻ മരിച്ചു. കുതിരാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗുരുവായൂർ സ്വദേശിയാണ് മരിച്ചത്. ഗുരുവായൂർ പുത്തമ്പള്ളി വിശാരത്ത് ആദർശാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം വേഷം കലാകാരനാണ് ആദർശ്. ഇക്കഴിഞ്ഞ 14-ന് കുതിരാനിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അൾട്രാവയലറ്റ് രശ്മികളെ സൂക്ഷിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഞായറാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്ന താപനില രേഖപ്പെടുത്തി. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആയതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച 14 സ്റ്റേഷനുകളിലെ അൾട്രാവയലറ്റ് സൂചിക പ്രകാരം
24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പതിച്ചത് 6 ജില്ലകളിലാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, പത്തനംതിട്ട ജില്ലയിലെ കോന്നി, ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നിവിടങ്ങളിലെ അൾട്രാവയലറ്റ് സൂചിക 8 ആണ്. അതേസമയം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, തൃശൂർ ജില്ലയിലെ ഒല്ലൂർ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ അൾട്രാവയലറ്റ് സൂചിക 7 രേഖപ്പെടുത്തി. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആവശ്യത്തിന് ആനകളെ ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൂരത്തിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി എന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. ആവശ്യത്തിന് ആനകളില്ലാത്തത് മൂലം ലഭ്യമായ ആനകളെ കൂടുതൽ സമയം ചടങ്ങുകൾക്കായി ഉപയോഗിക്കേണ്ടി വരും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണം നീക്കുകയാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മാർഗമെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 125 രൂപ കുറഞ്ഞ് ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,080 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. കാട്ടാക്കാമ്പൽ ചിറയൻകാട് BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർക്ക് പരിക്കേറ്റു. വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എടത്തിരുത്തിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 4 പ്രതികൾ റിമാൻഡിൽ. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ കൃഷ്ണനാട്ടം കലാകാരൻ മരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആവശ്യത്തിന് ആനകളെ ലഭിക്കാത്തത് പ്രതിസന്ധി. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.